പ്രിയപ്പെട്ട മെമ്പർ പറഞ്ഞതുപോലെ ഇന്ന് ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ 14ാം ദിവസം പൂർത്തിയാവുകയാണ്. അതിൽ ഇന്നലെയായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന ദിവസം. 87,991 പേരാണ് ഇന്നലെ വന്നത്. ഇന്നത്തെ സ്പോട്ട് ബുക്കിംഗ് 15,514 ഇന്നലത്തെ സ്പോട്ട് ബുക്കിംഗ്. അത് പമ്പയിലെ മാത്രം വെരിഫിക്കേഷൻ. പുല്ലുമേടിന് 768. അപ്പൊ ഏതാണ്ട് 16,000 സംതിങ് സ്പോട്ട് ബുക്കിംഗ് ഇന്നലെ വന്നു. ഇന്നലെയായിരുന്നു ഏറ്റവും വലിയ ബുക്കിംഗ്. പക്ഷെ എന്നിട്ടും നമുക്ക് പ്രശ്നങ്ങളില്ലാതെ വളരെ ശാന്തസുന്ദരമായി സംതൃപ്തിയോടുകൂടി ഭക്തർ മലയിറങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് 12 ദിവസത്തെ വന്ന ആളുകൾ, അതിനെ ബേസ് ചെയ്താണ് കണക്കുകൾ പറയുന്നത്. 12 ദിവസം കഴിഞ്ഞ വർഷം പൂർത്തിയായപ്പോൾ 5,53,922 പേരാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത്. 5,53,922. 5,53,922 പേരാണ് കഴിഞ്ഞ പ്രാവശ്യം 12 ദിവസം പൂർത്തിയായപ്പോൾ വന്ന ആളുകളുടെ എണ്ണം. ഇപ്രാവശ്യം അത് 9,13,437 9,13,437 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്രാവശ്യം 3,59,515 പേർ അധികമായി വന്നു. 12 ദിവസത്തെ 3,59,515 പേർ അധികമായി വന്നു. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 3,50,000 പേർ അധികം വന്നു. അപ്പോഴും നമുക്ക് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് തന്നെ സംതൃപ്തിയോടുകൂടി ഭക്തർ ശബരിമലയിൽ നിന്ന് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വരുമാനത്തിന്റെ കണക്ക് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 12 ദിവസം പൂർത്തിയാകുമ്പോൾ വരുമാനം 47,12,536 കോടി രൂപയായി. 47,12,01,536 പറയാം. 47,12,01,536 47,12,1,536 കോടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ 12 ദിവസം പൂർത്തിയാകുമ്പോഴുള്ള വരുമാനം. ഈ വർഷം അത് 63,11,14,111. ഡിജിറ്റ് പറയാം. 63,011,41,11. 63,011,41,11. അധിക വരുമാനം എന്ന് പറയുന്നത് 15,89,12,575. 63,63,01,14,111. ഓക്കെ. അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് അധികമായി വന്നത് 15,89,12,575. 15,89,12,575. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 3.5 ലക്ഷം ആളുകൾ അധികമായി വന്നിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 15,50,00,000-ലധികം രൂപ അധിക വരുമാനമായി വന്നിരിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ശാന്തമായി സംതൃപ്തിയോടുകൂടി ഭക്തർ മലയിറങ്ങി പോവുകയും അധിക വരുമാനം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. അപ്പൊ പല വീടുകളിൽ നിന്നും ഈ വെർച്വൽ ക്യൂ 80,000 ആക്കിക്കൂടി എന്നൊക്കെ പറയുന്ന ചില വാദഗതികൾ വരുന്നുണ്ട്. നമ്മളത് വിചാരിക്കുന്നത് ഈ വെർച്വൽ ക്യൂ 80,000 ആക്കിയാൽ സാധാരണഗതിയിൽ ഈ വെർച്വൽ ക്യൂവിൽ നിന്നൊരു 10,000, 8,000, 10,000 ആളുകൾ ആക്സിഡന്റ് ആയിരിക്കും വരാതിരിക്കും. ഇപ്പൊ വെർച്വൽ ക്യൂ 80,000 ആക്കി മാറ്റിയാൽ ഏതാണ്ട് 20,000 പേര് വരും. പക്ഷെ അപ്പൊ നമുക്ക് 90,000-ലപ്പുറത്തേക്ക് സ്പോട്ട് ബുക്കിംഗ് ഇല്ലാണ്ട് 90,000-ലപ്പുറത്തേക്ക് പോകും. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഡിസംബർ 30 മുതൽ 31 മുതൽ ജനുവരി 10 വരെ ആയിരുന്നു ഏറ്റവും വലിയ തിരക്ക്. 1,95,000, 99,000, 96,000 അങ്ങനെയായിരുന്നു വന്നിരുന്നത്.
അപ്പൊ ഏതാണ്ട് ഒരു 90,000-അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം ചില സ്ഥിതിഗതികൾ ഇത്തിരി വഷളായത്. ഇവിടുത്തെ ഒരു കണക്കെന്ന് പറയുന്നത് 90,000 പേര് വന്നാൽ ഏതാണ്ട് ശരംകുത്തി വരെ പോകും. അതിനപ്പുറത്തേക്ക് പോയാൽ സ്ഥിതിഗതികൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത മലക്കൂട്ടത്തേക്ക് പോകും. 90,000-അപ്പുറത്തേക്ക് പോയി മലക്കൂട്ടത്തിനപ്പുറത്തേക്ക്. അങ്ങനെയാണ് പോലീസിന്റെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കുള്ള ഒരു സ്ഥിതിഗതികൾ മനസ്സിലാക്കി, റിപ്പോർട്ടുകൾ മനസ്സിലാക്കി. അങ്ങനെ പോയാൽ മലക്കൂട്ടത്തിനപ്പുറത്തേക്ക് പോകും. പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 90,000-അകത്ത് നിർത്തുന്ന രീതിയിൽ നമുക്ക് ക്രമീകരിച്ച് കൊണ്ടുപോകണമെന്നുമാണ് പോലീസ് ക്രൗഡ് മാനേജ്മെന്റ്. അവരാണല്ലോ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അതോറിറ്റി. അവരുടെ ഒരു ആശയം അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ 70,000 എന്നുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ ഒരു ആശങ്കയ്ക്ക് ഇവിടെ ഇല്ലാതെ പറയുന്നു, 70,000 വെച്ചിലേക്ക് വായിക്കോട്ടെ, പക്ഷേ 3 എൻട്രി പോയിന്റുകൾ നിങ്ങൾ വെച്ചിട്ടുണ്ട്. പീരുമേട്, എരുമേലി, പമ്പയിൽ 8 കൗണ്ടറുകളുണ്ട്. അവിടെ അത്യാവശ്യം വന്നാൽ ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള പന്തൽ ഒരുക്കിയിട്ടുണ്ട്. എത്ര പേർ വന്നാലും നമുക്കൊരു ഇപ്പൊ ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ സ്പോട്ട് ബുക്കിംഗ് വന്നിരിക്കുന്നത്. അതായത് 16,500 താഴെ. എത്ര പേർ നമുക്ക് മാലയിട്ട് തുറന്നിട്ട് വന്നാലും അവര് ഒരാളും തിരിച്ചു പോകുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു ആധാറിന്റെ കോപ്പി മാത്രം മതിയാവും. ആധാറിന്റെ കോപ്പിയുമായി വന്നാൽ മാലയിട്ട് വരുന്ന ഒരാളും ഭഗവാനെ കാണാതെ പോകുന്ന പ്രശ്നമില്ല. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സംതൃപ്തിയോടുകൂടി ഭക്തജനങ്ങൾ മടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം ഏതാണ്ട് 20-22-ലധികം ചെറുതും വലുതുമായ ഡിപ്പാർട്ട്മെന്റുകളുടെ സംയോജിതമായ പ്രവർത്തനമാണ്. ദേവസ്വം ബോർഡിന്റെ നിലയ്ക്കല്ല. അത് 20-ലധികം ഡിപ്പാർട്ട്മെന്റുകളുടെ സംയോജിതമായ പ്രവർത്തനമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയും മറ്റു വിവിധ വകുപ്പ് മന്ത്രിമാരും അതിലെ ഉദ്യോഗസ്ഥന്മാരും, അത് ചീഫ് സെക്രട്ടറി മുതൽ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർ വരെയുള്ള ഉദ്യോഗസ്ഥരുടെ കൂട്ടായ പ്രവർത്തനമാണ് ഇതിന്റെ ഈ വിജയത്തിന് പിന്നിലെന്ന് യാതൊരു മടിയുമില്ലാതെ പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതിന് ഞങ്ങളോട് സഹകരിക്കുന്ന, ദേവസ്വം ബോർഡിനോട് സഹകരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാർ മുതൽ വരെയുള്ള എല്ലാവരും താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരോടുകൂടി ഞങ്ങളുടെ ദേവസ്വം ബോർഡിന്റെ നന്ദിയും കടപ്പാടും അറിയുന്നു. ഇനി മാലയത്തുമായി ബന്ധപ്പെട്ട് ഇന്നലെ ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നൊരു പരാമർശം വന്നിരിക്കും. അതിൽ പറയുന്നത് ഈ മാളികപ്പുറത്ത് മഞ്ഞൾ, ഭസ്മം, കുങ്കുമം ഇതൊക്കെ വാരി വരുന്നൊരു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് എന്താ പറയുക, പനിനീര് കുടയുക, തുണി സ്ത്രീകളുടെ മാളികപ്പുറത്ത് സ്ത്രീകളുടെ മുകളിലേക്ക് എറിയുക, തേങ്ങ നാളികേരം ഇങ്ങനെ പ്രശ്നം ഉരുട്ടുക, ഇതെല്ലാം അനാചാരമാണോ എന്ന് പരിശോധിച്ച് തന്ത്രിയുമായി ആലോചിച്ച് ബോർഡിന് തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഞങ്ങൾ ഇന്നലെ തന്നെ ഫോണിൽ തന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ ഔപചാരികമായി ഞങ്ങൾ 3 പേരും തന്ത്രിയുമായി ചർച്ച നടത്തി. തന്ത്രി ഒരു ഇതുമില്ലാതെ ആശങ്കയുമില്ലാതെ പറഞ്ഞത് അനാചാരമാണ്. ബഹുമാനപ്പെട്ട തന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് ഇത് നിയന്ത്രിക്കുവാനും നിരോധിക്കുവാനുള്ള ഒരു ശ്രമവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നിരോധിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിരോധിക്കുമ്പോൾ പ്രശ്നം നമുക്ക് അതിന്റെ ഭാഗമായി എന്തെങ്കിലും ഒരു പിന്നെ എന്താ പറയുക, ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ ഒരു ഇതിലേക്ക് പോകാൻ പറ്റില്ല. പരമാവധി അവരോട് പറയുവാനും പറഞ്ഞു മനസ്സിലാക്കുവാനും അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളോട് ഒരുക്കുവാനും. ഇപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ എല്ലാം നല്ല മനോഹരമായ പാത്രങ്ങൾ, അവർക്ക് ഈ വിതരണത്തിന് പകരം ഈ ഭസ്മവും കുങ്കുമവും മഞ്ഞൾപ്പൊടിയൊക്കെ വിതറുവാനുള്ളൊരു പാത്രങ്ങൾ നമുക്ക് ക്രമീകരിക്കും. അവിടെ നിർത്തി അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരോട്, ഗാർഡുമാരായാലും അവിടെയുള്ള ജീവനക്കാരും അവരോട് വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കുന്നത് ശരിയല്ല, ആചാരമല്ല, ബഹുമാനപ്പെട്ട തന്ത്രിയുടെ നിർദ്ദേശമുണ്ടോ എന്ന് പറയുവാനുള്ള ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിക്കും. കൂടാതെ ഞങ്ങൾ കഴിഞ്ഞ ഈ മാസം തുടങ്ങുന്നതിന് ഈ സീസൺ തുടങ്ങുന്നതിന് 2 ആഴ്ച മുമ്പ് തന്നെ 5 സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്കും ദേവസ്വം വകുപ്പ് മന്ത്രിക്കും PRDക്കും ഞങ്ങൾ ദേവസ്വം ബോർഡിന്റെ കത്തുകൾ അയച്ചിരുന്നു. അത് പമ്പയിലെ വസ്ത്ര നിക്ഷേപവുമായിട്ടായാലും പ്ലാസ്റ്റിക്കിന്റെ ഇരുപിടിയിൽ പ്ലാസ്റ്റിക് കൊണ്ടുവരുന്നത് എന്നുള്ള അഭ്യർത്ഥനയുമായിട്ടായിരുന്നു വെച്ചിരുന്നത്. ഇന്നിപ്പോൾ ഇതും കൂടെ വെച്ചിട്ട് ഞങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ അവിടുത്തെ നേരത്തെ പറഞ്ഞ ആളുകളുമായി ഞങ്ങൾ ചെയ്യും.
പിന്നെ നമ്മൾ നോക്കുന്നുണ്ട് അടുത്ത വർഷമൊക്കെ ഇത് അവിടെയുള്ള പിന്നെ ഗുരുസ്വാമിമാരെയൊക്കെ പിന്നെ മറ്റു സംസ്ഥാനങ്ങളിലുള്ള ഗുരുസ്വാമിമാരെയൊക്കെ പിന്നെ അവരുടെ ഇടയിൽ എങ്ങനെ ക്യാമ്പയിൻ നടത്താൻ പറ്റുന്നത് നമ്മൾ ആലോചിക്കും. പ്രധാനമായും ഇത് ചെയ്യുന്നത് കേരളീയരായിട്ടുള്ള ഭക്തരല്ല, ഇത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. കാരണം അവരുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ ചില ആചാരങ്ങളുണ്ട്, അവിടെയുള്ള ചില ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ ചില ആചാരങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം അവർ ഇവിടെയും ഇത് ചെയ്യുന്നത്. എന്നാലും ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് നമ്മുടെ അഭിപ്രായങ്ങളിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞു ഇത് നിയന്ത്രിക്കുവാനും നിരോധിക്കുവാനുമുള്ള ശ്രമങ്ങളുമായി തീരുമാനിച്ചു. പിന്നെ ഞങ്ങൾ കഴിഞ്ഞൊരു ഈ കോവിഡിനൊക്കെ മുമ്പുണ്ടായിരുന്നൊരു പരിപാടിയായിരുന്നു ഈ മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് പമ്പാ സംഗമം എന്ന് പറയുന്ന ഒരു പരിപാടി. നമ്മുടെ ഈ ശബരിമലയുമായി എത്തുന്ന അരൂട്ടീസ് ഭക്തരുണ്ട്, അവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് പക്ഷേ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ, ബൗദ്ധിക രംഗത്തെ, ആത്മീയ രംഗത്തേക്കുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്നൊരു പരിപാടിയായിരുന്നു. അത് കോവിഡിന് മുമ്പുണ്ടായിരുന്നു, പിന്നെ അത് നിന്നുപോയി. അതൊന്നും നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജനുവരി ഫസ്റ്റ് വീക്കോടുകൂടി, ജനുവരി അവസാനം ഈ മകരവിളക്കുമായി ബന്ധപ്പെട്ടാണ് നടത്തുന്നത്. പക്ഷേ മകരവിളക്കൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും വലിയ തിരക്ക് വരും. അപ്പോൾ അത് ജനുവരി ഫസ്റ്റ് വീക്കോടുകൂടി അതിന്റെ കാര്യങ്ങൾ ഞങ്ങളൊന്ന് നടത്തണമെന്ന്